ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പച്ചരി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചരിയാണ്. ഞാനിത് കുതിർത്തിയൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 2 കപ്പ് രണ്ടാം പാല് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 2 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 2 വിസിലും ആണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 2 ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമ്മളെ പച്ചരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 പാല് 1 കപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 പാല് ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു തിള വന്നിട്ട് സ്റ്റൗ ഓഫാക്കണം. അധികം തിളയ്ക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫാക്കിയിട്ട് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടാണ്, പക്ഷേ ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടാതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂസും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് ഈ ഒരു പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.